ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 3 മാസം തികയാനിരിക്കെ ഇന്നലെയാണ് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചത്. ER രാഗേഷ് വിവരങ്ങൾ ചേരും. രാഗേഷ്, എപ്പോഴത്തേക്ക് കെജ്രിവാളിന് പുറത്തേക്കെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എൽദോ, മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. കാരണം റോസ് അവന്യൂ കോടതി ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. EDയുടെ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു റോസ് അവന്യൂ കോടതിയുടെ നടപടി. മാത്രമല്ല ED ചില ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ജാമ്യം നൽകിയ ഉത്തരവ് 48 മണിക്കൂർ തടഞ്ഞു വെക്കണം എന്നൊരു ആവശ്യം ED മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ടാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. സ്വാഭാവികമായും ജാമ്യ ഉത്തരവ് ഇനി ജയിലിൽ എത്തിക്കേണ്ടതുണ്ട്. തിഹാർ ജയിലിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രാവിലെയോടുകൂടി ഉത്തരവ് ജയിലിലെത്തിക്കും. ഉച്ചയോടുകൂടി കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കെജ്രിവാളിന്റെ മടങ്ങിവരവ് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാർച്ച് 21 അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലാകുന്നത്. അങ്ങനെ അറസ്റ്റിലായി ഇപ്പോൾ 3 മാസം തികയാനിരിക്കെയാണ് ഇപ്പോൾ സ്ഥിരം ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരുന്നു. മെയ് മാസത്തിൽ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയും തുടർന്ന് ഡൽഹിയിലും പഞ്ചാബിലും പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജൂൺ 2-ാം തീയതി, അതായത് 7ാം ഘട്ട പ്രചാരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നത്. അദ്ദേഹം ജാമ്യം നീട്ടി നൽകണമെന്നൊരു ആവശ്യമൊക്കെ സുപ്രീം കോടതിയുടെ മുമ്പാകെ നൽകിയിരുന്നെങ്കിൽ പോലും അതിനൊന്നും അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഏതായാലും ED ആകട്ടെ ചില നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് കീഴ്ക്കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യം നൽകിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ED വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം റോസ് അവന്യൂ കോടതി ചില നിർദ്ദേശങ്ങൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ കേജ്രിവാളിന് നൽകിയിരുന്നു. ഒന്ന്, അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേജ്രിവാളിന് നൽകിയിരുന്നു. ഏതായാലും ഉച്ചയോടുകൂടി കേജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എൽദോ, രാജേഷ്, അപ്പോൾ ഈ ജയിൽ മോചിതനായി എത്തുന്ന അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി വിപുലമായിട്ടുള്ള ആഘോഷം സംഘടിപ്പിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ അതൊക്കെ എത്തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. പ്രത്യേകിച്ച് എവിടെയാണ് ഈ ഒരു സ്വീകരണം ഒക്കെ ഒരുക്കിയിരുന്നു? അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടോ ആം ആദ്മി പാർട്ടിക്ക്? എൽദോ, കാരണം പ്രധാനപ്പെട്ട 2ാമത്തെ നേതാവാണ് ഈ ഡൽഹി മദ്യനയ കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. നേരത്തെ സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമാണ് സഞ്ജയ് സിംഗിനും ഈ കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിൽ പോലും ജാമ്യം ലഭിച്ചിരുന്നു. കേജ്രിവാളും ഇപ്പോൾ ഏതായാലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ED ആവർത്തിക്കുന്നത് ഗോവയിലെ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മദ്യനയത്തിൽ അഴിമതിയിൽ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന വാദം ED ഉന്നയിക്കുമ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചത് ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റ് സമ്മേളനം അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും തിഹാർ ജയിലിന് മുന്നിൽ തന്നെ വലിയ ആഘോഷവുമായി കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. മാത്രമല്ല, ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തും സമാനമായ രീതിയിൽ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ അരവിന്ദ് കെജ്രിവാൾ കാണാനുള്ള സാധ്യതയും തള്ളിക്കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്ത് ഒരുപക്ഷെ രാജേഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പ്രധാന